ധാനിസ് പി എസ് ഡിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒന്നുമല്ല, അതിൻ്റെ ഒരു ചെറിയൊരു അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 54/2026 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ? അപ്പോൾ ഒട്ടുമിക്ക പേരും നമ്മുടെ ഡിഗ്രി പ്രിലിംസ് 3 എഴുതിയ ഒട്ടുമിക്ക പേരും വളരെ നിരാശരായിട്ട് വളരെ ഡെസ്പായിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. സത്യമല്ലേ? വളരെയധികം പേരും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ കണക്കും ഇംഗ്ലീഷും അത്യാവശ്യം ചെയ്തവരൊക്കെ കുറച്ച് സന്തോഷം ഓർക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ GK പാർട്ടില്ലേ 50 മാർക്ക് വരുന്ന പാർട്ട് കുറച്ച് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ ചോദിച്ചു. സിലബസ് ഒന്നും നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നിട്ടില്ല. എന്നാൽ കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു താൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് പക്ഷേ കിട്ടിയില്ലെങ്കിൽ പോലും ഡെസ്പായിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം നമ്മൾ കുറേയധികം പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഡിഗ്രി പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ കുറേ അധികം പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്ന ഏതാണ് നമ്മുടെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ തസ്തിക അല്ലേ? അതിന് പഠിക്കാം. എല്ലാവർക്കും ഹാൾ ടിക്കറ്റ് പ്രൊഫൈൽ വന്ന് കിടപ്പുണ്ട്. ഇതിൻ്റെ ഒരു ഹാങ് ഓവറിൽ അല്ലേ? ഹാങ് ഓവർ ചിലരൊക്കെ ആണെങ്കിൽ പുസ്തകം തുറക്കത്തേ ഇല്ല. പിന്നെ എനിക്കറിയാവുന്ന അങ്ങനെ പലരുമുണ്ട്, അനുഭവങ്ങൾ നമുക്കുമുണ്ട്. അപ്പം അതിനകത്തൊന്നും വീഴാതെ അടുത്ത പരീക്ഷ ഏതാണോ അതിനുവേണ്ടി തയ്യാറെടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന പരീക്ഷ ഏത് തന്നെയാണ്. WPSC ചെറിയ പരീക്ഷയൊന്നുമല്ല. അത് നമുക്ക് ഇതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയും എല്ലാം വരുന്നൊരു പരീക്ഷയാണ്. അപ്പോൾ അതിന് നമുക്ക് നല്ല സ്കോർ വാങ്ങിക്കാം. ഈ ഒന്നുകൂടെ ഒന്ന് പഠിച്ചാൽ മതിയാവും. അപ്പോൾ ഈ പ്രിലിംസിന് കിട്ടാതിരിക്കില്ല അല്ലേ? ഒരു 50 മാർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറയാനില്ല. നോക്കാം, ആളുടെ കുറവായിരിക്കും നമുക്കറിയാം. പക്ഷേങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളതിൻ്റെ ഹാങ് ഓവറിലിരിക്കാതെ ഒരു ഉദ്യോഗാർത്ഥിയും ഈ ഒരു PSCയുടെ പരീക്ഷയുടെ ഹാങ് ഓവറിൽ ചടഞ്ഞിരിക്കാതെ വീണ്ടും അടുത്ത പരീക്ഷ ഏതാണോ അതിന് വേണ്ടി തയ്യാറെടുക്കുക അല്ലേ? ഇപ്പം ജൂൺ 20 WPSC എക്സാം ഉണ്ട്. അതുപോലെ തന്നെ അത് കഴിയുമ്പോൾ ഏതാ വരിക? അത് കഴിയുമ്പോൾ ജൂലൈ എക്സാം ഒക്കെ LDC അതുപോലുള്ള LGS അതുപോലുള്ള എക്സാമുകൾ ജൂലൈ വരുന്നുണ്ട്. നമുക്കത് എഴുതിയെടുക്കാവുന്നേ. അപ്പോൾ അതിനുവേണ്ടി ഒരിക്കലും നിങ്ങളാരും നിരാശപ്പെട്ടിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ഡിഗ്രി പ്രിലിംസ് എന്നൊരു അവസാന വാക്കുമല്ല. നമുക്കിനിയും അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കിട്ടാം. നമ്മളത്ര പ്രയാസപ്പെട്ട് ഇങ്ങനെ ആദ്യം ചെയ്ത് പോകുമ്പോൾ നമ്മൾ അറിയാവുന്ന മാത്രം എഴുതി പോകും അല്ലേ? അറിയാത്തൊരു പക്ഷേ ഒരു മാർക്കൊക്കെ ഇട്ടൂടെ കൊടുത്തേക്കും, പിന്നെ ചെയ്യാമെന്ന് കരുതും. പക്ഷേ ചെയ്ത് വരുമ്പോഴോ ആ ബെല്ലടിച്ച് കഴിയും അല്ലേ? പക്ഷേ നമ്മൾ വിട്ടത് എന്തായിരിക്കണം? ഒരു പക്ഷേ വീണ്ടും ചെയ്യുമ്പോൾ നെഗറ്റീവ് അടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. സോ അപ്പം നമ്മൾ വിജയിച്ചില്ല അവിടെ. അപ്പോൾ നമ്മൾ ചെയ്ത് പോയ മാർക്ക് ഒരു പക്ഷേ 10 or 60 ഉണ്ടാകും. നമുക്കതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ പ്രതീക്ഷിക്കുക. അത് വെച്ചിട്ട് മനസ്സിൽ വെച്ചിട്ട് തന്നെ വീണ്ടും അടുത്ത എക്സാമിന് നമുക്ക് പഠിച്ചു തുടങ്ങും. ഓക്കെ, അടുത്ത എക്സാമിന് നമുക്ക് പഠിച്ചു തുടങ്ങും. അപ്പോൾ റെഡിയല്ലേ? വീണ്ടും കേരള PSC ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് PYQ ചെയ്ത് പഠിക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ ഡെസ്പായിരിക്കുന്ന എല്ലാവരോടും കൂടി നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ നല്ലൊരു സാലറി വേണം, ജോലി വേണം എന്ന് നമുക്ക് PSC പഠിക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ ഈ 3rd ഡിഗ്രി പ്രിലിംസ് 3rd എക്സാം കണ്ട് ഭയന്ന് നിരാശരായി ഇരിക്കേണ്ട ഒരു ആവശ്യവുമില്ല അല്ലേ? ഇപ്പോൾ 1 and 2 എഴുതിയവരുടെ കാര്യമല്ല പറയുക. അപ്പോൾ 3rd ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ എക്സാം കഴിഞ്ഞു. ഇനി എന്താ പറയുക? അത് കണ്ടിട്ട് നമ്മൾ നിരാശരായിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അടുത്ത എക്സാമിന് പഠിക്കുക അല്ലേ? നമുക്കത് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ അധികം പഠിച്ച നോളജ് കയ്യിൽ ഇരിപ്പുണ്ട് എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലേ? നമ്മൾ പഠിച്ചൊന്നും മറക്കാറില്ല. പക്ഷേ ആ ഭാഗത്തും ചോദ്യം വന്നില്ല. പക്ഷെ അത് വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം തന്നെ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഒന്നേം തന്നെ എന്താ പറയുക, WPSCയുടെയും LGSൻ്റെ സിലബസ് വെച്ചിട്ട് സിലബസ് അനുസരിച്ച് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും വിജയം നമ്മുടെ കയ്യിലെത്തും. ഓക്കെ, ഷുവർ അല്ലേ? റെഡി അല്ലേ എല്ലാവരും പഠിക്കാനായിട്ട്? ഇതൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻസ്: രാജ രവിവർമ്മ, അപരീന്ദ്രനാഥ് ടാഗോർ, രവീന്ദ്രനാഥ് ടാഗോർ, സത്യേന്ദ്രനാഥ്. ഉത്തരം നമുക്കറിയാമല്ലോ എന്താണ്? അപരീന്ദ്രനാഥ് ടാഗോർ അല്ലേ? ഇതൊക്കെ WPSCക്ക് ചോദിക്കാൻ, വനിതാ പോലീസ് കോൺസ്റ്റബിളിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും മടി പിടിച്ചിരിക്കാതെ ഇല്ലേ? നമുക്ക് ജോലി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് 3rd എന്താ ഒരു അവസാന വാക്കല്ല. നമ്മൾ വീണ്ടും പഠനം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഉഗ്രമായ ശബ്ദം എടുത്തുകൊണ്ട് വീണ്ടും നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗൈൻ.